ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചുംബനം വരുത്തി വെച്ച വിനയെക്കുറിച്ചാണ്. അതായത് അവിഹിതം തന്നെയാണ് വിഷയം എന്ന് പറയുന്നത്. എപ്പോഴും അവിഹിതങ്ങളെക്കുറിച്ച് പറയുന്നതിനെ കഴിയും ഒരു പടി സന്തോഷം എനിക്ക് ഈ ഒരു വാർത്ത പറയുമ്പോൾ കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിലൊക്കെ കിട്ടി ഇതുപോലെ അവിഹിതത്തിൻ്റെ അവീന്ന് കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ തിരിഞ്ഞോടണം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ അവിഹിതം ഇങ്ങനത്തുള്ള ബന്ധങ്ങളൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ എനിക്കറിയുന്ന കാര്യമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് അവിഹിതം ചെയ്യുവാണെങ്കിൽ ഭാര്യയ്ക്ക് കൂടി അതിനുള്ള അവസരം കൊടുക്കുക, ഭാര്യ ചെയ്യുവാണെങ്കിൽ ഭർത്താവിനും കൂടി അതിനുള്ള അവസരം കൊടുക്കുക. അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക എന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ കിട്ടും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് പേടി കൂടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ബന്ധങ്ങൾക്ക് പോകുന്ന സമയത്ത് അത്രയും ഗട്ട്സ് വേണം. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇനി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എത്ര നാണം കിടേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ഞാൻ തൻ്റെ ഇടത്തോടെ നെഞ്ചം വിരിച്ച് നേരിടും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വേണം ആണായാലും പെണ്ണായാലും ഇറങ്ങിത്തിരിക്കാൻ. ഇതുപോലുള്ള ബന്ധങ്ങളിലേക്ക് റൂമിലേക്ക് മറ്റും ചെന്ന് കയറുന്ന സമയത്ത് അവിടെ ഒളിക്യാമറ ഉണ്ടോ, ഇനി ഫോൺ എവിടെയെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പണി കിട്ടും. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലെ ഒരു വ്യാപാരിയായിട്ടുള്ള ഒരു അച്ഛൻ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം മഹാലക്ഷ്മി ലേഔട്ട് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ സ്കൂളിൽ കുഞ്ഞിനെ ചേർക്കാൻ വേണ്ടി 2023 ചെല്ലുകയാണ് ചെയ്യുന്നത്. ചെന്നതിന് ശേഷം അവിടെ ശ്രീദേവി എന്ന പേരുള്ള ഒരു അധ്യാപികയെ പരിചയപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ആ പരിചയപ്പെടൽ ഭയങ്കര സൗഹൃദത്തിലേക്ക് വളരുന്നു. നമ്പറൊക്കെ കൈമാറുന്നു. പിന്നീട് മെസ്സേജ് അയപ്പായി, ചിരിയും കളിയായി, വീഡിയോ കോളായി, അങ്ങനെ പല 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 പരിപാടികളുമായി. അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ അച്ഛനോട് പൈസ കടം വാങ്ങിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി. അച്ഛൻ സ്വാഭാവികമായിട്ടും പൈസയൊക്കെ കൊടുത്തു തുടങ്ങി. പിന്നെ പൈസ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ടീച്ചർ പയ്യെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. വീട്ടിലോട്ട് ചെന്നു, പൈസ ചോദിച്ച സമയത്ത് ടീച്ചർ തിരിച്ചു കൊടുത്തത് അതിമനോഹരമായിട്ടുള്ളൊരു ചുംബനമായിരുന്നു. ആ ചുംബനത്തെ വീണിട്ട് ചേട്ടൻ ഒരു 50,000 രൂപ കൂടെ വീണ്ടും കൊടുത്തതിന് ശേഷം തിരിച്ചു പോയി. സ്വാഭാവികമായിട്ട് ഇത്രയും വെച്ച ആൾക്കാർക്കൊക്കെ പിടികിട്ടി കാണും അവിടെ എന്ത് നടന്നിട്ടുള്ള കാര്യമെന്നൊക്കെ. അവിടെ ഈ ഒപ്പിയെടുക്കേണ്ട ദൃശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൂടെ 2 അനുയായികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പൈസ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. 15 ലക്ഷം രൂപയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് കൊടുക്കില്ല അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിലേക്കൊക്കെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ബ്ലാക്ക് മെയിലിംഗ് പോലത്തെ കാര്യങ്ങൾ തുടങ്ങി. അതിനിടയിൽ വെച്ച് അയാളുടെ ബിസിനസ്സൊക്കെ ഭയങ്കര തകരാറിലായി. ഗുജറാത്തിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് സ്ഥലം മാറി പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്ന സമയത്ത് വീണ്ടും ഈ ദൃശ്യങ്ങളൊക്കെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ വെച്ച് ഈ അനുയായികളും ഈ ടീച്ചറും കൂടെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഏകദേശം 20 ലക്ഷം രൂപ വീണ്ടും ചോദിച്ചു. അതിൽ 1.9 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് വിവരം എന്ന് പറയുന്നത് അറിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇയാൾക്ക് നിവൃത്തിയില്ല, നിക്കക്കള്ളിയില്ല എന്ന് വന്ന ഘട്ടത്തിൽ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊരു സംഭവമാണ്. ഈ ഒരു വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു മനസ്സംതൃപ്തി ഉണ്ടായൊരു ഫീലാണ്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ നാട്ടിൽ അവിഹിതം എന്ന് പറയുന്നൊരു സാധന സത്യത്തിൽ ഇത് എന്തോ ഒരു മറ്റേ കൂണൊക്കെ മഴയത്ത് പൊട്ടിമുളയ്ക്കത്തില്ല, അതുപോലൊരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ദിവസത്തിൽ ഒരു 10-15 എണ്ണമെങ്കിലും മിനിമം നമ്മൾ വാർത്തയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവിഹിതത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. കാമുകിമാരുടെ ഇടയിൽ ഈ അവിഹിതങ്ങൾ നടക്കുന്നു. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാണ്? ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ആരുമായിട്ടൊരു റിലേഷനിൽ പോവുകയാണെങ്കിലും കല്യാണം കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഭാര്യയുമായിട്ടും ഭർത്താവും അവർ തമ്മിലുള്ള കണക്ഷൻ ആയാലും ഇനി ഈ പറയുന്ന കണക്ക് സ്നേഹിക്കുന്ന ആണും പെണ്ണും തമ്മിലായാലും ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തും അവിടെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞാൽ അവിടെ ഒളിച്ചു വെക്കേണ്ടതിൻ്റെ ഒരു കാര്യം വരുന്നില്ല, ഒരു അനിവാര്യത വരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഈ ലവേഴ്സ് ആയി കഴിഞ്ഞാലും ഇനി ഭർത്താവും ഭാര്യ ആയി കഴിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ആൺകുട്ടിയെ കാണുന്ന സമയത്ത് മീൻസ് നല്ല ഭംഗിയുള്ള ഐശ്വര്യമൊക്കെ ഉള്ള ഒരു ആൺകുട്ടിയെ കാണുന്ന സമയത്ത് ഭാര്യയ്ക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ ഈ ലവറിന് ആൺകുട്ടിയോട് പറയാൻ കഴിയണം എന്ത് നല്ല പയ്യനാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ എന്ന് പറയാൻ കഴിയണം. അവിടെ ഒരു സെൽഫിഷോ കോംപ്ലക്സോ ഒന്നും അടിക്കാൻ പാടില്ലാത്ത തരത്തിലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നൊരു സംഭവമുണ്ട്. അത് കൊണ്ടുവരാനൊക്കെ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചും ഇത് തന്നെ ആയിരിക്കണം. ആൺകുട്ടിക്കും പറയാൻ കഴിയണം എന്ത് നല്ല പെൺകുട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തന്നെ പറയാൻ കഴിയണം ഇല്ല പെൺകുച്ചിനെ കാണി
നോക്കിയേ സൂപ്പറല്ലേ എന്ന് അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവിടെ മനസ്സിൽ വരുന്ന എന്ത് തരത്തിലുള്ള ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും തുറന്ന് പറയാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്, നമുക്ക് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇഷ്ടം പല സമയത്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, പുതിയ ഇഷ്ടങ്ങൾ പൊട്ടിമുളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരാളിൽ നിന്ന് ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് ചതിക്കുക എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു റിലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ബന്ധം അവിടെ വെച്ച് നിർത്താൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം പിന്നെ ഈ ചതിയുടെയോ ഈ പറയുന്ന കൊലപ്പെടുത്തലിൻ്റെയോ ഒന്നും ആവശ്യകതയോ അനിവാര്യതയോ ഒന്നും അവിടെ വരുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ വെച്ച് ആ ബന്ധം കട്ട് ചെയ്തിട്ട് പുതിയ ബന്ധത്തിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇത് ഭയങ്കര കൂളായിട്ട് മറ്റേ ന്യൂ ജനറേഷൻ സംഭവത്തിലൂടെ വെച്ചിട്ട് പറയുന്നൊരു വീക്ഷണമൊന്നുമല്ല ഞാനെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അവിഹിതം ചതി എന്നുള്ള കാര്യം കൺസെപ്റ്റ് വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ചതിക്കപ്പെട്ടു എന്നറിയുന്ന സമയത്ത് അത് ആണായാലും പെണ്ണായാലും സ്വാഭാവികമായിട്ടും പക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ആ പക ഉണ്ടാകുന്ന സമയത്താണ് പിന്നീട് അത് മരണത്തിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയെന്ന് പറയുന്നത്. മേ ബി തോന്നി പോകുന്നൊരു കാര്യമാണ്. കാരണം എത്ര പേര് ഈ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന എത്രയോ ഭയങ്കരമായിട്ടുള്ള പ്രണയമായിരിക്കും. ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത, വിളിക്കാൻ പറ്റാത്ത, മെസ്സേജ് അയക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ നിന്ന് കല്യാണത്തിലേക്ക് പോയതിനു ശേഷം വേർപിരിയുന്ന എത്രയോ കുടുംബ ബന്ധങ്ങൾ. ഇതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, ഈ പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് വെറും ശരീരത്തിൽ മാത്രമായിരിക്കും. കണ്ണ് നമ്മൾ പറയത്തില്ലേ, കഴുകൻ്റെ കണ്ണ് ഈ പറയുന്ന മാംസത്തിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കുറുക്കൻ്റെ കണ്ണ് ഈ കോഴിക്കൂട്ടിലാണെന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ആണും പെണ്ണിൻ്റെ കാര്യം എന്ന് പറയുന്നത്. വെറും മാംസത്തിനെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്കൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊരു ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം അവർക്ക് ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാവില്ല. ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, വീണ്ടും വീണ്ടും ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മടുപ്പ് ഒരാളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ ശരീരത്തിനെ മാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അവരുടെ സ്നേഹത്തിൽ സ്വാർത്ഥത വന്നു എന്നുള്ളൊരു കാര്യമാണ്. മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല, മറ്റൊരാൾക്ക് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരിക, ഇതൊക്കെ ഇല്ലാതെ പോകുന്ന ബന്ധങ്ങളും സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനൊരു മൈൻഡ് സെറ്റിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണുന്ന സമയത്ത്, ഇത്രയും സ്നേഹം കാണുന്ന സമയത്ത്, എല്ലാം ഷെയർ ചെയ്യുന്ന അച്ഛനെയും അമ്മയും കാണുന്ന സമയത്ത്, അത് തമാശയിലൂടെ എന്തിനേയും പറയുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ജനിക്കുന്ന, അവരിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രേരണയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മറച്ചു വയ്ക്കാതിരിക്കാനുള്ള, അതിലപ്പുറത്തേക്ക് അത്രയും സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ് അവർക്ക് തുറന്നു കൊടുക്കപ്പെടുന്നത്. അവർ നോക്കുന്ന സമയത്ത് ഒരിക്കലും വഴക്ക് കൂടാത്ത, ഒരിക്കലും തർക്കിക്കാത്ത, ഒരിക്കലും അടി കൂടാത്ത അച്ഛനും അമ്മയാണ് തങ്ങളുടെ മുമ്പിൽ കാണപ്പെടുന്നതെന്ന് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരും ആ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. അത് സ്വാഭാവികമായിട്ടും നടന്നു പോകുന്നൊരു കാര്യമാണ്. വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു ജീവിതം അത്രയും സുന്ദരകരമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും കാണും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു വാർത്ത കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾക്കിത് കിട്ടേണ്ട കാര്യമാണ്. കാരണം ഭാര്യ, 3 പെൺകുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഭാര്യയും ആ 3 പെൺകുഞ്ഞുങ്ങൾ, അപ്പം സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടങ്ങ് സദാചാരമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ പറയുന്ന നമുക്ക് ജനിച്ചിട്ടുള്ളത് 3 പെൺമക്കളാണെന്നുണ്ടെങ്കിൽ നാടിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും ആൺപെൺ ശരീരങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്സിന് വേണ്ടി മാത്രം കണക്കാക്കപ്പെടുന്ന തലത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് ഈ പറയുന്ന മകളെ കാമിക്കാൻ കഴിയുന്നത്, അതിലപ്പുറത്തേക്ക് സഹോദരന് സഹോദരിയോട് അത്തരത്തിലൊരു ബന്ധം തോന്നുന്നത്, അതിലപ്പുറത്തേക്ക് വേറൊരു റിലേഷനോ വേറൊരു തരത്തിലുള്ള ഒരു ഇഷ്ടങ്ങളോ ആരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മാത്രമാണ് ഇത് കണക്കാക്കി പോകുന്നൊരു ജനത ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും തനിക്ക് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ തൻ്റെ മക്കളെ ഇതുപോലെ കൊണ്ടുപോയി മറ്റൊരാൾ തൻ്റെ മുന്നിലൂടെ ചതിക്കുക, അല്ലെങ്കിൽ മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം തൻ്റെ മരുമോൻ മറ്റൊരു സ്ത്രീയുമായിട്ട് തൻ്റെ മകളുടെ മുന്നിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് അവിടെ ഉണ്ടാകത്തില്ല. നമ്മുടെ മകൾ കരയുന്ന സമയത്ത് കൂടിരുന്ന് കരയാനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നന്നാവുക എന്നാൽ മാത്രമേ നമുക്ക് ഒരാളിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റുള്ളൂ. നമ്മൾ പറയത്തില്ല, നമ്മൾ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്ത് ബാക്കി 3 പേരിലും നമ്മുടെ മുമ്പിലേക്കാണ്, നമ്മളിലേക്കാണ് ഈ വിരൽ ചൂണ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം പെർഫെക്റ്റ് ആവുക, അതിനുശേഷം മാത്രമേ നമുക്ക് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് വരൂ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നോ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വാർത്ത ഷെയർ ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നിയെന്ന് പറയുന്നത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് പൈസ പോകണം, മാനം കെടണം, ഇതുപോലെ നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞ് ചിരിക്കുകയും വേണം.